ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്ന ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബിഗിനർ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള പാൻറ്റിന്റെ കട്ടിംഗ് ആണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ചൂനി വാട്ടമും സാധാ പട്ടിയാല പാൻറ്റും അതൊക്കെ മാറി വന്നിരിക്കുകയാണ് ട്രെൻഡ്. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ നോർമൽ പാൻറ് പോലെ ഇരിക്കുന്ന പാൻറ്റാണ് ഇപ്പൊ ചുരിദാറിന് മോസ്റ്റ് ഓഫ് എല്ലാവരും ഇടുന്നത്. അപ്പം അതെങ്ങനെയാണ് ബിഗിനറിന് നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആക്കിയിട്ടും അത് പറഞ്ഞുതരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ഫാമിലിയിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കുറേ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്നും കൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അഗൈൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം വീഡിയോയിലേക്ക് വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇതുപോലെ നല്ല വശം അകത്തോട്ട് ഇട്ടിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഫാബ്രിക്. ഇത് നല്ല വശം അകത്തോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഓപ്പൺ സൈഡ് നിങ്ങളുടെ സൈഡിലോട്ടും ഫോൾഡഡ് സൈഡ് എൻ്റെ സൈഡോട്ടായിട്ടാണ് വിരിച്ചിരിക്കുന്നത്. ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ട എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ റെഡി ലെങ്ത്ത് +4 ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് എടുക്കുക വാങ്ങിച്ചിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഇതുപോലെ ലെങ്ത്തിലാണ് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത്ത് റെഡി വേണ്ടത് എനിക്ക് എൻ്റെ കേസിൽ 31 ഇഞ്ചാണ് എനിക്ക് റെഡി ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ അകത്ത് 2 + 2 അപ്പോൾ 4 ഇഞ്ചസ് കൊടുക്കണം. മുകളിൽ 2 ഇഞ്ചസ് എക്സ്ട്രാ, അതുപോലെ തന്നെ താഴത്ത് വേണ്ടി 2 ഇഞ്ചസ് ഇവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 4 ഇഞ്ച് ലെങ്ത്തിൻ്റെ അകത്ത് എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ ലെങ്ത്ത് എത്ര ആണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് 4 ഇഞ്ച് ആഡ് ചെയ്ത് ഒരു ഫസ്റ്റ് ഫ്രണ്ടിലത്തെ കാല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക് നമ്മൾ വാങ്ങിച്ച ഫാബ്രിക്കിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ മുകളിൽ ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ എത്രയാണ് ഫാബ്രിക് വാങ്ങിക്കേണ്ടതെന്ന് ബിഗിനറിന് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങളെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 39 ഇഞ്ചാണ് 1 മീറ്ററിൽ വരുന്നത്. അതിൻ്റെ അകത്ത് 4 ഇഞ്ച് + 4 8 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടാകുമ്പം നോക്കുക എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ കണക്കിന് വേണം നിങ്ങൾ വാങ്ങിക്കാൻ ഫാബ്രിക്. അപ്പം ഇത് ഞാൻ വിരിച്ചിരിക്കുന്നത് വീതിക്കാണ് വിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2.5 മീറ്ററൊക്കെ തുണി വാങ്ങിച്ചാൽ ധാരാളമായിരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഹിപ്പ് റൗണ്ടാണ് ആവശ്യമുള്ളത്. ഹിപ്പ് റൗണ്ട് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബട്ടക്സിന് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉയരമുള്ള ഭാഗത്ത് ഇതുപോലെ ടേപ്പ് റാപ്പ് ചെയ്ത് നല്ല റൗണ്ടിൽ എടുക്കുക. അതിൻ്റെ അകത്ത് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. എത്രയാണ് കിട്ടുന്ന ടൈറ്റായിട്ട് എടുക്കുമ്പോൾ ഒരു ഫിംഗർ ഇങ്ങനെ ഇട്ടിട്ട് വേണം റൗണ്ട് എടുക്കാൻ. ഉയരമുള്ള ഭാഗത്തുനിന്ന് വേണം എടുക്കാൻ. അപ്പോൾ 40 ഇഞ്ചാണ് കിട്ടിയത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിവിടെ കൊടുക്കേണ്ട ബെൽറ്റിൻ്റെ അവിടുത്തുള്ള അളവാണ് ഇപ്പം കൊടുക്കുന്നത്. 10 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 ഇഞ്ചസ് കിട്ടി. അത് ഞാൻ മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്രോച്ചിൻ്റെ ലെങ്ത്താണ്. ക്രോച്ചിൻ്റെ ലെങ്ത്ത് നിങ്ങൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണ് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട് 40. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 13 പോയിൻറ്റ് സംതിങ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ക്രോച്ച് നിങ്ങൾ എത്ര വണ്ണമുള്ള ആളായിക്കോട്ടെ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് ക്രോച്ച് കണ്ടെത്തിയാൽ ഒരിക്കലും പാൻറ്റ് കീറുന്ന ഒരു ബുദ്ധിമുട്ട് വരില്ല. അതുപോലെ കയറി പോകുന്ന ബുദ്ധിമുട്ടും വരില്ല. ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ തയ്ച്ച് നോക്കൂ. സൂപ്പർ പാൻറ്റാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ പാൻറ്റല്ലേ ഇഷ്ടം, 2 സൈഡിലും സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ 13.2 സംതിങ് ഉള്ളത് ഞാൻ ഇതുപോലെ ബെൽറ്റിൻ്റെ അളവ് 2 ഇഞ്ച് വിട്ടതിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനെ ഒന്ന് സ്ട്രേറ്റ് ആക്കി എടുക്കാം. മുകളിൽ കൊടുത്ത 10 ഇഞ്ച് തന്നെയാണ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന വരേൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ ബെൽറ്റ് വയ്ക്കുന്ന അവിടെ 10 കൊടുത്തുള്ളൂ. ഇനി നമുക്ക് ക്രോച്ച് എത്ര എടുക്കും? ക്രോച്ച് എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് 1.5, 2, 2.5, 3.5 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ വണ്ണത്തിനനുസരിച്ച് സൈസിനനുസരിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ തയ്ക്കുന്ന 40 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് 1.75 ഇഞ്ചസ് വരെ കൊടുത്തേക്കാം. എന്നിട്ട് ഈ 2 ലൈൻ നമുക്ക് ഇതുപോലെ സ്ട്രേറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഈ ക്രോച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അധികം ഡീപ്പായിട്ട് കൊടുക്കരുത്, പാൻറ്റ് കീറിപ്പോൾ. ഇങ്ങനെ സ്ട്രേറ്റ് ആക്കി ഇങ്ങനെ കൊടുത്തേക്കാം. വളരെ സിമ്പിളാണ്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തയ്ക്കുക. ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ലെങ്ത്ത് നമ്മൾ ഈ 2 ഇഞ്ച് മുകളിൽ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് വിട്ടിരിക്കുന്നത്. അത് വിട്ടിട്ട് അതിൻ്റെ താഴോട്ട് വേണം നമുക്ക് ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ 31 ഇഞ്ചസ് ആണ് എൻ്റെ റെഡി ലെങ്ത്ത് ഫ്രണ്ട്സ്. സോ ഞാൻ ഇവിടെ 31 ഇഞ്ചസ് പ്ലേസ് ചെയ്യാൻ ഇതുപോലെ. എന്നിട്ട് അതിനെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആക്കി വരച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ നല്ല വൈറലായിരുന്നു പാൻറ്റിൻ്റെ കട്ടിങ് ഇട്ടപ്പം. പക്ഷേ അതിൻ്റെ അകത്ത് മാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റുന്നില്ല. പല്ലവി ഒന്ന് നല്ല നീറ്റായിട്ട് വേറെ ഫാബ്രിക്കിൽ കാണിക്കണമെന്നും കൂടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഫ്രണ്ട്സ്, നമ്മളെ ബിഗിനർ ഫ്രണ്ട്സ് ഒത്തിരി നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്രോച്ചും ഇത് ടോട്ടൽ വന്നിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഞാൻ എല്ലാം കൂടി ഒരു 12 ഇഞ്ചിൻ്റെ അകത്തുണ്ട് എൻ്റെത്. അപ്പം ടേപ്പ് വെച്ചിട്ട് തന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈസി ആയിരിക്കും. നേരെ ഇതിന് 2 കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഹാഫ് കിട്ടും. അതിൻ്റെ അളവ് എത്രയാണ് കിട്ടുന്നത് താഴെ ഫോൾഡഡ് സൈഡിൽ ഇതുപോലെ കൊടുത്തേക്കാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാൻറ്റ് കയറി പോകാണ്ടിരിക്കാനും അതുപോലെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കാനെങ്കിൽ ഇതുപോലെ താഴത്തെ ബോട്ടം നമ്മളെപ്പം പാൻറ്റിൻ്റെ സെൻറ്ററിൽ തന്നെ വരണം. അതുകൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിച്ച പാൻറ്റ് നമ്മൾ കീറാത്തതും വീട്ടിൽ തയ്ക്കുന്ന കീറിപ്പോകുന്നത്. ഇപ്പോൾ
ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങ് അറ്റം കൊണ്ട് നമ്മൾ ബോട്ടമിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കും, എന്നിട്ട് തയ്ക്കും. അങ്ങനെ തയ്ക്കുമാണ് ക്രോച്ച് കീറിപ്പോകുന്നത്. ഇപ്പോൾ എൻ്റെ ടോട്ടൽ എത്രയാണ് താഴത്തെ ബോട്ടം 14 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫ് എടുത്തു 7, എന്നിട്ട് അതിൻ്റെ ഹാഫാക്കി രണ്ട് സൈഡിലും ഈ വരച്ച വരേൻ്റെ രണ്ട് സൈഡിലും നമ്മൾ അതിൻ്റെ ഹാഫ് കൊടുക്കുക. അപ്പം 3.5 ഇപ്പുറത്തും വരേൻ്റെ അപ്പുറത്ത് അതേപോലെ തന്നെ 3.5. അപ്പോൾ 3.5 ആകുമ്പോഴേക്ക് എനിക്ക് 7 ഇഞ്ചസ് റൗണ്ട് കിട്ടും ഫ്രണ്ട് പാർട്ടിൽ. ബാക്ക് പാർട്ടിൽ ഇതുപോലെ തന്നെ 7 ആകുമ്പോഴേക്ക് 14 ഇഞ്ചസ് നമുക്ക് ഓക്കെയാണ്. ഇതുപോലെ സെൻറ്റർ കണ്ടെത്തിയിട്ട് കൊടുത്താൽ നല്ല പാൻറ്റ് സൂപ്പറായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം എന്താ വെച്ചാൽ ഈ ക്രോച്ച് നേരെ കൊണ്ടുപോയിട്ട് ആ ഫോൾഡഡ് സൈഡിൻ്റെ അവിടെ അതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്ത് തയ്ക്കും. അങ്ങനെ തയ്ക്കുമ്പോൾ ഈ പാൻറ്റിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം. ഇപ്പം നല്ല കുഴപ്പമില്ലാത്ത തടിയാണ്, എൻ്റെ പോലെയൊക്കെ തടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ സ്ട്രേറ്റ് 2 പോയിൻറ്റ്, ക്രോച്ചിൻ്റെ പോയിൻറ്റ് താഴെ കൊടുത്ത ബോട്ടമിൻ്റെ പോയിൻറ്റ് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുക. അപ്പം ബിഗിനർ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് തയ്ച്ച് ഇട്ട് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്യാം. അരേഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുക സെൻറ്ററിൽ, എന്നിട്ട് നേരെ ഇതുപോലെ ഷേപ്പ് ചെയ്താൽ മതി. താഴെയും മുകളിലും ക്രോച്ച് വരെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയിട്ട് ഇതുപോലെ 1 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ശകലം കർവ് കൊടുത്ത് തയ്ച്ചാൽ നല്ല ഷേപ്പായിരിക്കും. ഇതുപോലെ ആ സൈഡും തിരിച്ച് വെച്ചിട്ട് വേണം സ്കെയിൽ ഷേപ്പ് ചെയ്യാൻ. കുറച്ച് മുകളിൽ വരെ മാത്രമേ ഇത് കൊടുക്കാവൂ. ഇത് താഴെ ഇതേപോലെ സ്ട്രേറ്റ് ആക്കിയാൽ നമുക്ക് മുകളിലോട്ട് മടക്കി തയ്ക്കുമ്പം ഫാബ്രിക് ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ട് ശകലം ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ വാലാക്കി കട്ട് ചെയ്യാം. സോ നമുക്ക് മുകളിലോട്ട് മടക്കുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് വരച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ലൈക്ക് ചെയ്താലേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് പല്ലവി നായർ 01 എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ആ പേജിൽ വന്നിട്ട് വോയിസ് മെസ്സേജ് വിടാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസിയാണ് തയ്ച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പേജിൽ വന്നിട്ട് വലിയ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ഫ്രീ ആയിരിക്കുമ്പോൾ നോക്കുമ്പോൾ വോയിസ് മെസ്സേജാണ് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ പല്ലവി നായർ 01 എന്നാണ് എൻ്റെ പേജ് ഐ ഡി. സോ അതിനകത്ത് വരിക, എന്നിട്ട് വോയിസ് മെസ്സേജ് ഇടുക. പല്ലവി ഇതാണ് തയ്ക്കുന്നത്, ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ റിപ്ലൈ അയക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും വോയിസ് ആകുമ്പോൾ. സോ അയച്ചിട്ടുള്ള കൂട്ടുകാർ ക്ഷമിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാത്തതും. വലിയ മെസ്സേജ് വായിച്ചിരുന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് പാടായതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അങ്ങനെ ചെയ്യുക. ഇപ്പം കണ്ടോ, മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര ഫാബ്രിക്കാണ് ഷോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം മടക്കിയിട്ടാകുമ്പോൾ എക്സസ് വരുന്ന ഫാബ്രിക് നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷെ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഒരു 1/4 ഇഞ്ച് വീതം ഷോർട്ടായി വരും. അപ്പോൾ ഇത്ര മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വോയിസ് മെസ്സേജ് അയക്കരുത്. ഓക്കെ, വോയിസ് മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ കിട്ടുന്നതാണ്. ഞാൻ ഓൺലൈൻ വരുമ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി റിമൈനിങ് ഫാബ്രിക് ഉള്ളത് ഇതേപോലെ തന്നെ നമുക്ക് 2ആയിട്ട് മടക്കിയിട്ട് ഇതുണ്ടോ. ഞാൻ വീതിക്കാണ് ആക്ച്വലി ഫാബ്രിക് മടക്കിയിരിക്കുന്നത്. ഇതിന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്ക് പാർട്ടിലത്തെ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡിൽ കൈ വരുന്ന ഭാഗത്തുനിന്ന് ക്രോച്ചിൻ്റെ സൈഡിലോട്ട് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രോച്ചിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൈയിൻ്റെ സൈഡിലോട്ട് കട്ട് ചെയ്ത് കളയാം. രണ്ടും വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ക്രോച്ച്, നമുക്ക് ഫ്രണ്ടിൽ ക്രോച്ച് നീളം കുറവ് മതി. അതുപോലെ തന്നെ ബാക്കിലത്തെ കുറച്ചും കൂടെ നമുക്ക് ലെങ്ത്ത് വേണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബട്ടക്സ് ഉണ്ടായതുകൊണ്ട് അത് കവർ ചെയ്ത് പോകാൻ ഫാബ്രിക് വേണം. അങ്ങനെ വരാത്തതാണ് പാൻറ്റ് മുകളിലോട്ട് കയറി പോകുന്നതും ഇരിക്കുമ്പോൾ കീറി പോകുന്നതും. ഇപ്പോൾ കുറേ കാര്യമുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കുക എന്തുകൊണ്ടാണ് പല്ലവി പാൻറ്റ് കീറി പോകുന്നത്. പാൻറ്റ് കീറി പോകാൻ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് തയ്ച്ച് നോക്കിക്കോളൂ ഫ്രണ്ട്സ്. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് പാൻറ്റ് ഇടാൻ പറ്റും. നമുക്ക് വീട്ടിലൊക്കെ ട്രൗസറായിട്ട് ഉപയോഗിക്കാനുള്ള പാൻറ്റിലൊക്കെ നമ്മൾ ഈ ഫോർമാറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഈ ട്രിക്സൊക്കെ ഫോളോ ചെയ്ത് തയ്ച്ച് നോക്കുക. ഇനി നമ്മൾ എക്സ്ട്രാ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ കൊടുക്കുകയാണ്. അപ്പം ബിഗിനർ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് 1.75 ഇഞ്ചസ് ഇവിടെ ക്രോച്ചിൻ്റെ ഫ്രണ്ടിൽ എക്സ്ട്രാ കൊടുത്തോളൂ. മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് താഴെ നമ്മൾ വരച്ചിരിക്കുന്ന ക്രോച്ച് എത്രയാണ് ആ ക്രോച്ചിൻ്റെ അളവാണ് ഈ 10 ഇഞ്ചിൽ ഞാൻ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ക്രോച്ചിൻ്റെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തത് അത് 1.25 തൊട്ട് 1 ഇഞ്ചാണെങ്കിലും മതി. ആ 1 ഇഞ്ച് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, 2 സൈഡ് നമ്മളിപ്പോൾ 4 പീസിലല്ലേ പാൻറ്റ് കട്ട് ചെയ്തേ. അപ്പോൾ ഈ ഓരോരോ പീസിനെ യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് വീതം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിനാവശ്യമുള്ള ഫാബ്രിക് 1.5 ഇഞ്ച് എനിക്ക് മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ നന്നായിരിക്കും. എങ്ങനെയാണ് എല്ലാവരും തയ്ക്കുന്നത് അറിഞ്ഞൂടല്ലോ. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നത്. മാർജിൻ എന്തിൻ്റെ മാർജിനാണത്, ഈ പാൻറ്റ് തയ്ച്ച്
നമ്മളൊന്നും ഫ്രണ്ട് പാർട്ടിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ 1.5 ഇഞ്ച് ഇങ്ങനെ ഫുള്ള് കറക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ക്രോച്ചിൻ്റെ ഫ്രണ്ട് തൊട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക 1.5 ഇഞ്ച്. ബിഗിനർ ഫ്രണ്ട് അല്ലേ, അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ. ഞാനിത് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാണ്. ഇതുപോലെ ഇങ്ങനെ 1.5 ഇഞ്ച്. അപ്പം പാൻറ്റ് ടൈറ്റ് ആവില്ല, പാൻറ്റ് ടൈറ്റ് ആവില്ല, ഇത് കറക്റ്റായിരിക്കും പാൻറ്റ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പാൻറ്റ് തയ്ച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. വൈറ്റിലൊരു ബ്ലൂ കളറിൻ്റെ പ്രിൻ്റുള്ള ഒരു പാൻറ്റായിരുന്നു ഞാൻ തയ്ച്ച്, ആ പാൻറ്റ് തന്നെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതും നമ്മൾ അവിടെ മാർക്ക് ചെയ്ത പോലെ സ്ട്രേറ്റ് ആക്കി ആദ്യം, എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫാബ്രിക് എക്സസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് കൊടുത്തത് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് നീക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്ട്രേറ്റ് ആക്കിയിട്ട് ക്രോച്ചിൻ്റെ അളവ് മുകളിൽ അതേപോലെ ഈ ക്രോച്ചിന് എത്ര കൊടുത്തിരിക്കുന്നത് 1.5 2 ആ അളവാണ് മുകളിൽ കൊടുത്തത്. അതിനൊന്ന് സ്ട്രേറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ബാക്കിലത്തെ ക്രോച്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. 1.5 ഇഞ്ച് നമ്മൾ ഈ ക്രോച്ചിൻ്റെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല, ഇത് അതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 2 ഇഞ്ച് കൊടുക്കുക. സോ നിങ്ങൾക്ക് ലൂസ് ടൈറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇവിടുന്ന് ഈ ക്രോച്ച്, പഴയ ക്രോച്ച്, ആദ്യം വെട്ടിയ ക്രോച്ചിൻ്റെ അവിടെ നിന്നുള്ള അളവാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ബാക്ക് ചെയ്ത് ഒന്ന് കണ്ടാൽ ഇത് ക്ലിയർ ആയിരിക്കും. ഇവിടെയാണ് ഡൗട്ട് വരുന്നത്. ക്ലാസ്സസ് എടുക്കുമ്പോൾ ഈ ഡൗട്ടാണ് കൂടുതൽ ചോദിക്കുന്നത്. ചേച്ചി എവിടുന്ന് എങ്ങോട്ടാണ് കണക്ട് ചെയ്തത്, എത്രയാണ് കൊടുത്തത്, ഇതാണ് കൺഫ്യൂഷൻ ആവുന്നത് ലൈവ് ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. സോ അതൊക്കെ ഞാൻ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് എപ്പം വീഡിയോ ക്രിയേറ്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നത്. പഠിക്കുന്ന കൂട്ടുകാർ നേരിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒരാൾ തയ്ക്കാൻ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അവരെ മനസ്സിൽ വരുന്നത്, അങ്ങനത്തെ എല്ലാ പോയിൻറ്റ്സും ഞാൻ വീഡിയോയിൽ കവർ ചെയ്യാറുണ്ട്. അപ്പം പഴയ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. നല്ല നിങ്ങൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മളെ ചാനലിൽ. അതും കണ്ട് തയ്ച്ച് നോക്കിയാൽ കറക്റ്റ് കിട്ടുന്ന വീഡിയോസാണ്. ഇത് നമ്മൾ ബാക്ക് പാർട്ടും, ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പം ബാക്കിൽ കൊടുത്ത പാർട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇത് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഉണ്ടോ, ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ക്രോച്ച് നമുക്ക് കറക്റ്റ് കിട്ടും. ഫ്രണ്ടിൽ ആവശ്യം കുറവാണ് ലെങ്ത്ത്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. ബാക്കിലത്തെ പാർട്ട് ഇപ്പം കൈ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അത് ഞാൻ ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യാൻ മറന്നുപോയി. തയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിലത്തെ ആദ്യം കട്ട് ചെയ്ത പാർട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1/4 ഇഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഓക്കെ, 1/4 ഇഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ തയ്ക്കാം. എന്നിട്ട് ഇത് കണ്ടോളും, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ. ഇത് നല്ല വശമാണ് നമ്മളെ. ഇതേപോലെ തന്നെ കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ കുറവ് മതി. ഫ്രണ്ട് നമുക്ക് ഇറക്കം കുറവ് മതി ക്രോച്ചിൻ്റെ അവിടെ. ബാക്കിൽ വട്ടെക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ചും കൂടെ ഇത് എക്സ്ട്രാ കൊടുത്തിരിക്കുക. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അത് കട്ട് ചെയ്യണം. എന്നുവെച്ചാൽ എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതുപോലെ ഇതും നമുക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കാം. ക്രോച്ചിൻ്റെ അവിടെ എപ്പോൾ 2 സ്റ്റിച്ച് ഇടണം. ആദ്യം സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് വലിച്ച് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ടാകുമ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടണം. പൊട്ടിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് 2-3 സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി വരും ക്രോച്ച്. അത് ഒന്ന് വലിച്ചിട്ട് അടുത്ത അവിടെ ഒന്നും കൂടെ സ്റ്റിച്ച് ഇടുക, രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുമ്പോൾ. ഇത് നല്ല വശം ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഈ സൈഡ് ആദ്യം ഇങ്ങനെ തയ്ച്ചെടുക്കാം. താഴോട്ട് ഇതുപോലെ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എത്രയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ലൂസ് കൊടുത്തിരിക്കുന്നത് 1/4 ഇഞ്ച് ഉപയോഗിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലൂസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1.5 ഇഞ്ച് കൊടുത്തല്ലോ ഫ്രണ്ടിൽ, അത് ഇവിടെ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. 2 സൈഡ് ഇതുപോലെ ഇവിടെ അപ്പുറം ഈ സെൻറ്ററും കൂടെ തയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ഇതുപോലെ ഇപ്പുറം തയ്ക്കുക. 1/4 ഇഞ്ച് ഉപയോഗിച്ച് തയ്ച്ച ഇപ്പുറം 1/4, ഇത് 1/4. അപ്പോൾ 1 ഇഞ്ച് നമ്മളിവിടെ ചിലവ് ചെയ്യും. അതുപോലെ തന്നെ താഴെ 1 ഇഞ്ച് ഇതുപോലെ ഇവിടെ തയ്ക്കാൻ 1/4 ഇഞ്ച്. ഞാൻ 1/4 ഇഞ്ചാണ് കൊടുത്തത് മൊത്തത്തിൽ. അപ്പം 1.5 ഇഞ്ച് നമുക്ക് മതിയാവും. ഈ 2 സൈഡും കൂടെ തയ്ക്കാൻ മതിയാവും. ഓക്കെ, 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് കുറവല്ലേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ 2 ഇഞ്ച് കൊടുത്തോളൂ നിങ്ങൾ. 2 ഇഞ്ച് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയതായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ഇഞ്ച്. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ബോട്ടം തയ്ക്കുക. എന്നിട്ട് മുകളിൽ ഇതുപോലെ തന്നെ ആദ്യം 1/4 ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ബെൽറ്റ് വെച്ചിട്ട് ഇതുപോലെ ഫുള്ള് തയ്ച്ചതിന് ശേഷം ബെൽറ്റ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത 2 ഇഞ്ച് ബെൽറ്റിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഞാൻ ബെൽറ്റ് തയ്ക്കണം എങ്ങനെയെന്നുള്ള വീഡിയോ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കാണുക. ബെൽറ്റ് വയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തോടെ